Hello everyone. Welcome to Riles Academy. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ യു ജി സി നെറ്റ് പേപ്പർ 1 യൂണിറ്റ് 1 ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് ടീച്ചിങ് അല്ലെ. വളരെ എവർഗ്രീൻ ടോപ്പിക്കാണ്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത്. ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. ഓക്കെ, ഈ പോയിന്റ്സുകൾ എന്ന് പറയുന്നത് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളായിരിക്കും എക്സ്പ്ലനേഷനിൽ വരിക. അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ പോയിന്റ്സും, അതായത് ഒരുപാടൊന്നും തരുന്നില്ല, ആയതുകൊണ്ട് തന്നെ തരുന്ന പോയിന്റ്സുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ റെഫർ ചെയ്യുന്ന നിങ്ങളുടെ നോട്ട്ബുക്കാണോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിവേ യൂണിറ്റ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അത് നിങ്ങൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ടോപ്പിക്സുകളൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും പോയിന്റ്സുകളും മാത്രമാണ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ. എനിവേ ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. 1 സെക്കൻഡ്. എന്താണ് ലെവൽസ് ഓഫ് ടീച്ചിങ്? ഓക്കെ, ഈ പേര് തന്നെ ഉണ്ടല്ലേ, ലെവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ ഓരോരോ ലെവലാണല്ലേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയാ, ലെവൽസ് എന്ന് പറയാം. റൈറ്റ്. അപ്പോൾ ടീച്ചിങ്ങിന് നമുക്ക് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള കുറച്ച് ലെവൽസുകൾ ഉണ്ട് എന്നാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഓരോന്നിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അത് എന്താണ്, അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, അത് ഏത് രീതിയിലാണ്, അതിന്റെ നാച്ചുറൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈസി ആണ്, ക്രിസ്പ് ആണ്, ക്ലിയർ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഒന്നുമില്ല. ഭയങ്കര നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമാണ്. ഓക്കെ, എനിവേ ഐ സ്റ്റാർട്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് സ്റ്റേജസ് എ സ്റ്റുഡൻറ് വിൽ ലേൺ. ഓക്കെ, ഈ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാകാൻ തന്നെ, അത് പ്രൊപ്പൗണ്ട് ചെയ്യാൻ തന്നെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികള് നോളജ് സീക്ക് ചെയ്യുന്നതും അത് ഗെയിൻ ചെയ്യുന്നതിനും ഓരോ സ്റ്റേജസ് ഉണ്ട് അല്ലെ. അതായത് ചെറിയൊരു കുട്ടി, ഒരു അംഗനവാടിയോ LKG പഠിക്കുന്ന കുട്ടി, ആ കുട്ടി ഒരു വിഷയത്തെ കാണുന്ന രീതിയും ഒരു യൂണിവേഴ്സിറ്റി ലെവലുള്ള ഒരു വിദ്യാർത്ഥി ആ ഒരു വിഷയത്തെ കാണുന്ന രീതിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അവര് ആ ഒരു സോഴ്സ് ഓഫ് നോളജ് അവരിലേക്ക് എടുക്കുന്ന രീതിയിൽ ഭയങ്കര ഡിഫറൻസ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് എന്താണ്, ഭയങ്കര ഡിഫറെന്റ് പാറ്റേൺ അതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ കോർ കോൺസെപ്റ്റ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു തിയറി ഉണ്ടാവാൻ തന്നെ കാരണം എന്താണ്, ബിക്കോസ് സ്റ്റുഡൻസ് ലേൺ ഇൻ വേരിയസ് സ്റ്റേജസ്. ഓക്കെ, അവര് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേജസിലാണ് പഠിച്ചു വരിക. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു കോർ റീസൺ. ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എന്താണ്, ഓരോ സ്റ്റുഡൻസിനും ഓരോ സ്റ്റേജസ് ഉണ്ട്. കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ്, അല്ലെങ്കിൽ സപ്പോസ് ഫോർ എക്സാമ്പിൾ നോളജ് അവര് പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഡിഫറെന്റ് സ്റ്റേജസ് വഴിയാണ് അവർ എന്ത് ചെയ്യാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറയും ഏതൊക്കെ സ്റ്റേജസ് ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹൗ സ്റ്റുഡൻസ് എൻഗേജ് വിത്ത് മെറ്റീരിയൽ അറ്റ് ഈച്ച് സ്റ്റേജ് അല്ലെ. അതായത് ഓരോ കുട്ടികളും ഓരോ സ്റ്റേജിൽ അവരുടെ മെറ്റീരിയലുമായിട്ട് വേറെ തന്നെ രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുക, അതുമായിട്ട് എൻഗേജ്ഡ് ആവുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെടുത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കും അല്ലെ. നമ്മൾ തൊട്ട് കാണിക്കാൻ പറയും. ഈ പിക്ചറിൽ ഇതെന്താണ്, അപ്പൊ കുട്ടി പറയും ഇത് എലിഫന്റ് ആണ്, ഇത് ക്രോ ആണ്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ഫോട്ടോ നോക്കി ആ കുട്ടിയുടെ കൊഗ്നിറ്റീവിലുള്ള ഒരു സ്റ്റിമുലസ് എന്ത് ചെയ്യും, അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പൊ റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, ഈ ഒരു ഇമേജ് കാണുമ്പോൾ 4 കാലുണ്ട്, വലിയൊരു ശരീരമാണ്, ഒരു തുമ്പിക്കൈ ഉണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ സ്റ്റിമുലസ് കേട്ടോ അതിന് പറയാം. സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ഒരു ട്രിഗറിങ് പോയിന്റ്, ബ്രെയിനിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രിഗറിങ് ഇങ്ങനെ ഷോക്ക് കൊടുക്കും. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും, ഓക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ട്. അതായത് 4 കാലുണ്ട്, പിന്നെ അതുപോലെ വലിയ തുമ്പിക്കൈ ഉണ്ട്, അതുപോലെ വലിയ ശരീരമാണ്. അപ്പൊ കുട്ടിയുടെ മൈൻഡിലേക്ക് വരും ഇതെന്താണ്, ദാറ്റ് ഈസ് എലിഫന്റ്. അതേ സമയത്ത് ഈ കുട്ടി വലുതായി ഒരു യൂണിവേഴ്സിറ്റി എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ത്യയുടെ എക്കണോമി ഡിക്ലൈൻ ആണ്. അപ്പോ അതിന് നമുക്ക് എന്താണ് സൊല്യൂഷൻ? സി, ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത്
ഇതാണ് ലെവൽസ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുട്ടി, അതായത് ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കുട്ടി ഈ ഒരു ലെവലിലേക്ക് ആ കുട്ടി എത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കുറച്ച് സ്റ്റേജസ് വഴി തന്നെ, കുറച്ച് ലെവൽസ് വഴി തന്നെ എന്ത് ചെയ്യണം, ആ കുട്ടി കടന്നു പോകണം. അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈൻ. ഇനി ഈ ഒരു കോൺസെപ്റ്റ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് മോറിസ് എൽ ബിഗ്ഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫർ ആണ്. പുള്ളിക്കാരൻ 1976 എഴുതി വെക്കണേ, ഈ വർഷം 1976 മോറിസ് എൽ ബിഗ്ഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഈ ലെവൽസ് ഓഫ് ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഓരോ സ്റ്റേജസിലും കുട്ടികൾ പഠിക്കുന്ന രീതി, അവർ എൻഗേജ്ഡ് ആവുന്ന രീതി, അവർ നോളജ് ഗെയിൻ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ടീച്ചിങ്ങിൽ കൃത്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസുകൾ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ക്ലസ്റ്റർ ആക്കിയിട്ട് മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയിട്ടുള്ള ക്ലസ്റ്റർ ആണ് ഈ പറയുന്ന 3 ലെവൽസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്, മെമ്മറി ലെവൽ ടീച്ചിങ് ആണ്. സെക്കൻഡ് വൺ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ് ആണ്. തേർഡ് വൺ എന്താണ്, റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് ആണ്. ഈ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഓരോ സ്റ്റേജിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന 3 ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് എക്സാമിനേഷൻ പേഴ്സ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ. നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നെക്സ്റ്റ് സ്ലൈഡുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ, ക്രിസ്പ് ആൻഡ് ക്ലിയർ. വേറെ ഒന്നുമില്ല, ഈ ഒരു കോൺസെപ്റ്റ് മാത്രം എടുത്താൽ മതി. ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു കോൺസെപ്റ്റ് അപ്രോച്ച് ചെയ്താൽ തന്നെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ക്ലിയർ ആവുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഐ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. സോ എന്താണ് ഇനി ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് മെമ്മറി ലെവൽ ടീച്ചിങ് അല്ലെ. ഓക്കെ, ഓക്കെ, മെമ്മറി ലെവൽ ടീച്ചിങ്. ഫൈൻ. മെമ്മറി ലെവൽ ടീച്ചിങ് ഇത് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഹെർബർട്ട് ആണ്. അദ്ദേഹമാണ് ഈ ഒരു മെമ്മറി ലെവൽ ടീച്ചിങ്ങിനെ പറ്റി കൂടുതൽ പഠിച്ചതും അതിനെപ്പറ്റി റിസർച്ച് ചെയ്തതും അതിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ലോകത്തോട് പറയുകയും ചെയ്തൊരു വ്യക്തി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, തോട്ട്ലെസ് ടീച്ചിങ് ആണ്. റോട്ട് ലെവലാണ്. റോട്ട് ലെവൽ എന്നൊക്കെ പറയുന്നത് വെച്ചാല് പിന്നെ ഈ തോട്ട്ലെസ് ടീച്ചിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കുട്ടികളെ ABCD പഠിപ്പിക്കും, പക്ഷേ ഒരു വിഷയം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനു പഠിക്കുന്നു എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ആ ഒരു കുട്ടിക്ക് ഉണ്ടാവില്ല. അവിടെയാണ് ഈ മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അത് വളരെ ചെറിയ കുട്ടികൾ, അംഗനവാടി, LKG, UKG പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അറിയില്ല എന്തിനാ ഇതെന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ABCD പഠിപ്പിക്കും അല്ലെ, A ഫോർ ആപ്പിൾ, B ഫോർ ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ABCD ഒക്കെ പഠിപ്പിക്കുന്ന എന്തിനാണ്, ആ കുട്ടി വലുതായി കഴിഞ്ഞാല് പിന്നെ ഈ സെന്റൻസുകൾ, വേർഡ്സുകൾ മനസ്സിലാക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ലോകത്തോട് ആശയവിനിമയം നടത്താനും വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ ABCD പഠിപ്പിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് എന്തറിയുന്നില്ല, എന്തിന് ഞാനൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് തോട്ട്ലെസ്, റോട്ടഡ് ആയിട്ടുള്ള ഒരു മെമ്മറൈസിങ് കപ്പാബിലിറ്റിയിലാണ് നമ്മൾ ഈ മെമ്മറി ലെവൽ ടീച്ചിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ LKG, UKG, അംഗനവാടി പോലുള്ള കുട്ടികൾ, വളരെ ലോവർ ലെവലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുക കേട്ടോ. അതിന്റെ എന്താണ് ആ ഒരു മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് മനസ്സിലായല്ലോ. ഈ റോട്ട് ലെവൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനൊക്കെ പല തവണ ചോദിച്ചിട്ടുണ്ട്. ഈ റോട്ട് ലെവൽ ടീച്ചിങ് ഏത് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് മെമ്മറി ലെവൽ ടീച്ചിങ്ങിലുള്ള മെമ്മറി ലെവൽ ടീച്ചിങ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതാണ് ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്. എക്സാമിനേഷന് ചോദിക്കാറുണ്ട് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ഏതാണ്, അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവണം. ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ്, മെമ്മറി ലെവൽ ടീച്ചിങ് ആണ്. ക്ലിയർ? പിന്നെന്താണ്, റിമെമ്പറിങ് ആൻഡ് റീകോളിങ് അല്ലെ. റിമെമ്പറിങ് ആൻഡ് റീകോളിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ആട്ടോ. അതായത് ഞാൻ ഒരു ഫാക്കൽറ്റി ടീച്ചറാണ്. നിങ്ങളിപ്പോ ഒരു കുട്ടികളുടെ ഞാൻ നല്ല രസമുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറയും ABCD. അപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാരെ അറിയാണ്ട് മനസ്സിൽ വന്നില്ല ഒരു സാധനം, എന്താണ് EFG. റിമെമ്പറിങ് ആൻഡ് റീകോളിംഗ്, ആ പാറ്റേൺ കുട്ടികൾ എന്ത് ചെയ്യും, റീകോൾ ചെയ്യും. ഇനി അതേപോലെ തന്നെയാണ് ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 4 കാല്, വലിയ തുമ്പിക്കൈ, ഇത് ആനയാണ്. റിമെമ്പറിങ് ആൻഡ് റീകോൾ ചെയ്യും, ആ മെമ്മറി റീകോൾ ചെയ്യും. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് പിന്നെ എൻ്റെ ടീച്ചർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ അർത്ഥം, ഇതാണ് മീനിങ്. ഇതാണ് റിമെമ്പറിങ് ആൻഡ് റീകോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ആ ലെവലാണ് കുട്ടികൾ എന്തിനാ പഠിക്കുന്നത്, എൻ്റെ പഠിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവരെന്ത് ചെയ്യും, തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആയിരിക്കും, മെമ്മറിയിൽ ടീച്ചിങ് ഉണ്ടാകുക. ഒരു പോയിന്റും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. ഇവിടെ കൂടുതൽ എന്താണ് ഈ ടീച്ചർ ഓറിയന്റഡ് ആയിട്ട്, ഇവിടെ ടീച്ചർ ഓറിയന്റഡ് ആണ്. ഇവിടെ കുട്ടികൾക്ക് ഒരു റോളും ഇല്ല. ടീച്ചർ പഠിപ്പിക്കുന്നതിൽ കുട്ടികൾ പഠിക്കില്ല, അത്ര തന്നെ ഉള്ളൂ. അതായത് എത്രത്തോളം ടീച്ചേഴ്സ് എഫേർട്ട് എടുക്കുന്നുവോ അത്രത്തോളം ഈ മെമ്മറി ലെവൽ ടീച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കുട്ടികളിലേക്ക് എത്തുമെന്നാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ ഓറിയന്റഡ് ആണ്. അപ്പോൾ ഈ 4 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് മെമ്മറി ലെവൽ ടീച്ചിങ് എന്നുള്ള ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ് ആണ്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് മോറിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പം അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, പെർസീവ് ദ മീനിങ്. ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ആ ഒരു കോൺസെപ്റ്റും ആ എന്തുകൊണ്ട് പഠിക്കുന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ആ കുട്ടിക്ക് ഉണ്ടാവാൻ വേണ്ടി വരുന്ന സ്റ്റേജ് ആണ് ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളൊരു ഭാഗത്ത് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് കൂടുതൽ നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് കോൺസെപ്റ്റ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതായത് നല്ലത് ഏത്, അത് തെറ്റും ശരിയും വേർതിരിച്ച് കാണാനുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഒരു കുട്ടിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അടുത്തൊരു സ്റ്റേജ് എത്തുന്ന സമയം ആകുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ജീവിതത്തിലോ അല്ലെങ്കിൽ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കോഗ്നിറ്റീവ് പവർ ആ കുട്ടിക്ക് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾ 2023 യൂസ് നെറ്റ് കോമേഴ്സിലൊക്കെ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ഇതാട്ടോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾ കൊടുക്കുന്നത് ഏത് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലാണെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യട്ടോ, നമ്മുടെ ഇതിന്റെ എൻഡിൽ ഞാൻ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു PYQ അനലൈസിങ്ങിന്റെ വീഡിയോ ഞാൻ വരുന്നുണ്ട്. എല്ലാത്തിനും ലാസ്റ്റ്, കാരണം നമ്മൾ പഠിച്ച് ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ട് PYQലേക്ക് പോകുന്നത് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത്. ഫൈൻ. അപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചിങ് ലെവൽ, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കോൺസെപ്റ്റ് ആൻഡ് ഫാക്ട് അല്ലെ, ഒരു കോൺസെപ്റ്റും അതിന്റെ ഫാക്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് അപകടം സംഭവിക്കും. ഓക്കെ, അങ്ങനെ എല്ലാത്തിന്റെയും ഒരു കോൺസെപ്റ്റും അതിന്റെ ഫാക്റ്റും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് നമ്മൾ കൃത്യമായിട്ട് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് നല്ല ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ നെക്സ്റ്റ് ഡേ വളരെ ക്ലിയർ ആയിരിക്കും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഫാക്റ്റുകൾ അതുപോലെ റിലേഷൻഷിപ്പുകൾ തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഫാക്കൽറ്റീസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എലോബറേറ്റ് ആൻസേഴ്സ് ഇൻ ദെയർ ഓൺ വേർഡ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികള് ഒരു വിഷയത്തെ പറ്റി അതിന്റെ മീനിങ്ങിനെ പെർസീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ ഒരുപാട് ആൻസേഴ്സുകൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അത് എലോബറേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ബിക്കോസ് ദ മോർ വി തിങ്ക് ദ മോർ വി ക്യാൻ പെർസീവ് ദ മീനിങ് അല്ലെ. ഒരു വിഷയത്തെ പറ്റി നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സംഭവം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷയത്തെ കൂടുതലായിട്ട് തിങ്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അതും ആ ഒരു ഭാഗത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ പ്രധാനമായിട്ട് 4 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് പെർസീവ് ദ മീനിങ് ആണ്. അതിന്റെ ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ മീനിങ് മനസ്സിലാക്കുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. ഓക്കെ, അതായത് കുട്ടികൾ ആ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ് നമ്മൾ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കോൺസെപ്റ്റും ഫാക്റ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികളെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്. അതുപോലെ തന്നെ ദെയർ ഓൺ വേർഡ്സിൽ കാര്യങ്ങൾ എലോബറേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് ഒരുക്കി എടുക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ക്ലിയർ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള
റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ഹണ്ട് ആണ് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ഹണ്ട് എന്നുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്താണ്? ഹയസ്റ്റ് ലെവൽ ഓഫ് തോട്ട്. ഒരു മനുഷ്യന് നോളജ് ഗെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു 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 ആ നോളജിനെ ആ മനുഷ്യൻ പേഴ്സീവ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിനെയാണ് നമ്മളെന്ന് പറയാ ഈ പറയുന്ന റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, കോഗ്നിറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഇൻ ഇന്ത്യൻ എക്കണോമി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ മിഡിൽ ക്ലാസ്, ഇപ്പോൾ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യൻ മിഡിൽ ക്ലാസ് പിന്നെ എല്ലാവരും ക്രെഡിറ്റിലേക്ക്, അതായത് അവരുടെ ക്രെഡിറ്റ്, അതുപോലെ EMI, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ റൈസ് ചെയ്യാണ്. ഇത് കുറക്കാൻ വാട്ട് ഷുഡ് വി ഡു? അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? ഈ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഈ ക്രെഡിറ്റ്, കടം കൂടാനും ലോൺ എടുക്കാനുമുള്ള കാരണങ്ങളെ പറ്റി പഠിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ക്രെഡിറ്റ് കാർഡ് ഓവറായിട്ട് യൂസേജ് ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ഈ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. ഈ നമുക്ക് സഡൻ ആയിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തരാനുള്ള ക്രെഡിറ്റ് ബി, സ്ലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ആളുകൾ കടക്കെണിയിലേക്ക്, മിഡിൽ ക്ലാസ് പ്രത്യേകിച്ച് കടക്കെണിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ഒരുപാട് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കടക്കെണി. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ആ ഒരാള് ഒരു വിഷയത്തെ വളരെ ക്രിട്ടിക്കലായിട്ട് പഠിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ വളരെ ഇൻഡെപ്ത് ആയിട്ട് കൊഗ്നിറ്റീവ്, നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും കേട്ടോ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയാം സൈക്കോളജിയിൽ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ മാക്സിമം അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ കോൺസെപ്റ്റുകളെ ക്രിട്ടിക്കലായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസ്കഷൻ. ഓക്കെ, അതായത് ഇവിടെ ഒരു വിഷയം പഠിക്കുക എന്നുള്ളതിലുപരി ഒരു സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല, ഇപ്പൊ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് കുറയുന്നു, അതൊരു പ്രോബ്ലം ആണ്, അതിനെ സോൾവ് ചെയ്യാം. ആ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഈ പറയുന്ന മെമ്മറി അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞ് റിഫ്ലക്റ്റീവിൽ എത്തണം. എന്നാലേ ആ ഒരു വ്യക്തിക്ക് അതിനെ ക്രിട്ടിക്കലി ചിന്തിക്കാൻ, കാരണം ബുദ്ധിവികാസം എന്ന് പറയുന്നത് സ്പോണ്ടൈനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അത് വളരെ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള, സമയം എടുത്തുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. അണ്ടർസ്റ്റുഡ്? അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് പ്രോബ്ലം സോൾവിങ്ങും ഡിസ്കഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇതാണ് ഈ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സുകൾ. ഓക്കെ, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക. ഇവിടെ ടീച്ചേഴ്സിനൊന്നും വലിയ റോളില്ലാട്ടോ. ഇവിടെ ടീച്ചേഴ്സൊക്കെ ഇപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരൊരു ഗൈഡൻസ് മാത്രമാണ്, ഫെസിലിറ്റേറ്റർ മാത്രമാണ്, അവർ ടീച്ചർ അല്ല. അവർ കുട്ടികളെ ഗൈഡ്, കാരണം പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മുന്നേ അവർ ചിന്തിക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങളെ പറ്റി, ഓരോ കോൺസെപ്റ്റുകളെ പറ്റി, ഓരോ ക്രൈസിസിനെ പറ്റിയിട്ട് അവർ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അവരുടേതായ സോഷ്യൽ മീഡിയ സിസ്റ്റത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നമ്മളെല്ലാവരും പറയും ജെൻസി വലിയ അവെയർ അല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടേതായ ഒരു സ്പേസിൽ കാര്യങ്ങളൊക്കെ നല്ല അവെയർഡാണ്. അവര് ഇപ്പം ഫോർ എക്സാമ്പിൾ, അതിന് ഞാൻ റീസെന്റ് ആയിട്ട് റിസർച്ച് പേപ്പർ വായിച്ചപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ കേരളത്തിലൊക്കെ എന്നാലും നമ്മുടെ നാട്ടുമ്പുറമുള്ള ആളുകൾക്ക് ഇത് വളരെ ഇതിനെപ്പറ്റി അവയർനെസ് കുറവാണ്. പക്ഷെ ഇന്നത്തെ ജെൻസിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ജെൻസൻ പോപ്പുലേഷൻ ആണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാനും ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും, ഇപ്പം ഫൈനാൻഷ്യൽ ആസ്പെക്ട് ആയിക്കോട്ടെ, ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ്. സോ ഇവിടെയാണ് ഇതിന്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് തോട്ട്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇതാണ് 3 ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ലെവൽസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വേരിയസ് സ്റ്റേജസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ അല്ലെ. കുട്ടികള് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇൻഫോർമേഷൻസ് ഗെയിൻ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള കുറച്ച് സ്റ്റേജസുകൾ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഈ പറയുന്ന മെറ്റീരിയൽസുമായിട്ട് എൻഗേജ് ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്സുകൾ ഉണ്ട്. ആയതുകൊണ്ട് തന്നെ ടീച്ചിങ്ങിനെ നമ്മൾ 3 ലെവൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത് മോറിസ് എൽ ബിഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 1976 ഈ ഒരു വിഷയം ടോപ്പിക് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. മെമ്മറി ലെവൽ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉണ്ട്, അതുപോലെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട്.
അതിൽ തന്നെ എന്താണ് മെമ്മറി ലെവൽ ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ഹെർബർട്ട് ആണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തോട്ട്ലെസ് ടീച്ചിങ് ആണ്, അല്ലെ റോട്ട് ലെവലാണ്. അവിടെ എന്തുകൊണ്ടൊരു വിഷയം പഠിക്കുന്നു എന്നതിനെ പറ്റി കൃത്യമായ ധാരണ ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾ ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നാണെന്ന് പറയുന്നത്. അതുപോലെ റിമെമ്പറിങ് ആൻഡ് റീകോളിംഗ് ആണ്, ഒരു വിഷയത്തെ റിമെമ്പർ ചെയ്യുക, പഠിക്കുക, അത് റീകോൾ ചെയ്യുക. ഓക്കെ, ഫോട്ടോ കാണുമ്പോൾ ഇത് ഇതാണെന്ന് പറയാം, ആ രീതിയിൽ. ഓക്കെ, പിന്നെന്താണ് ടീച്ചർ ഓറിയന്റഡ് ആയിട്ട് ഇവിടെ ടീച്ചറുടെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, മോറിസൺ ആണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ് മീനിങ് പെർസീവ് ചെയ്ത് കൊണ്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഇപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് കൊടുത്തിട്ടായിരിക്കും കുട്ടികളെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെപ്റ്റ് ആൻഡ് ഫാക്ട്, ഒരു കോൺസെപ്റ്റും ഫാക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് അതിന്റെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെന്താണ് എലോബറേറ്റ് ആൻസർ ഇൻ ദെയർ ഓൺ വേർഡ്സ്, അവരുടേതായ ഒരു ടോപ്പിക് വിഷയത്തിൽ അവർക്ക് എന്താണ് എലോബറേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി അവിടെ കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എന്ത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, ഇത് ഏറ്റവും ടോപ്പിലുള്ള, അതായത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമ്പിൾ ഒക്കെ എടുത്താൽ മതി. അവിടെ ഹയസ്റ്റ് ലെവൽ ഓഫ് തോട്ടുകളായിരിക്കും. കൊഗ്നിറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, അവിടെ ആളുകൾ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക, അതിനെ അവരുടെ ബുദ്ധിയിൽ അവർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവർ ആ ഒരു വിഷയത്തെ റൺ ചെയ്യുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഒക്കെയാണ് അവിടെ വരിക. പിന്നെ എന്താണ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസ്കഷൻ ആണ്, അല്ലെ. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു വിഷയത്തെ പറ്റി ഡിസ്കഷൻസ് നടത്തുക, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരുന്നത് ഈ പറയുന്ന റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിലാണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ലെവൽസ് ഓഫ് ടീച്ചിങ്. ഈസി അല്ലേ? ഈ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ ഉണ്ടല്ലോ, ഹയസ്റ്റ് ലെവൽ ഓഫ് തോട്ട്, കോഗ്നിറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസ്കഷൻസ്, ഇതൊക്കെ എഴുതിയെടുത്തുള്ള ഒരു ഉപകാരം എന്താ അറിയോ? ഈ ക്വസ്റ്റ്യന് ഒരിക്കലും എന്താണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് അങ്ങനെയല്ല ചോദിക്കാം. അവർ ചിലപ്പം ഇപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് 1, അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു ലെവലാണ്, അപ്പം സ്റ്റേറ്റ്മെന്റ് 1 2 ആണ്. അപ്പൊ ആ രീതിയിലാണ് വരിക. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെ വിഷയത്തെ കാണുക. ഈ പോയിന്റ്സുകൾ മിസ് ഔട്ട് ആയിരുന്നു. ഈ പോയിന്റ്സ് മിസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എക്സാമിനേഷൻ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അയ്യോ കോഗ്നിറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് റിഫ്ലക്റ്റീവിലാണോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ, ആ ഡിഫറൻസ് നമുക്ക്, കാരണം അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് ചിലപ്പം അറിയാതെ മിസ് ഔട്ട് ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോയിന്റ്സുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഷോർട്ട് പോയിന്റ്സ് അല്ലേ, ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ വാരി വിളിച്ച് ഞാനിരുന്നത്. കാരണം എന്താ പറയുക, എനിക്ക് പൊതുവേ, കാരണം ഞാനൊരു ഒരു ഒരു സമയത്ത് ഞാൻ നെറ്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് പഠിക്കുന്ന ആളുകളുടെ പൾസ് എനിക്കറിയാം. വാരി വലിച്ച് പഠിക്കാൻ ആർക്കും താല്പര്യം, അതിന് സമയമില്ല. നമുക്ക് വേണ്ടുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അത് മാത്രം ഞാൻ തരുന്നുള്ളൂ. ഓക്കെ, അതിന് എല്ലാ ക്ലാസ്സിലും ഇല്ല, അങ്ങോട്ടുള്ള ക്ലാസ്സിലും ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുള്ളൂ. ആ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കഥ പോലെ പഠിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഓക്കെ, ഇനിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ മാക്സിമം ജോയിൻ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്കഷൻസും ഇതിന്റെ നോട്ട്സും ഇതിന്റെ PDFs കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് എവരി വൺ, ബൈ.